നമുക്കിന്ന് മുളക് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കിടെ വീട്ടിൽ തന്നെയുണ്ട് മുളക്, ബജിക്കുള്ള മുളക്. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യുന്നു. മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കടലമാവ് നമ്മളെടുത്ത് ഒരു പാത്രത്തിലേക്ക്, അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കായപ്പൊടി കുറച്ച് ചേർക്കണം, കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ള മതി സോഡാപ്പൊടി നമ്മൾ ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. മാവ് അധികം ലൂസാകണ്ട, ഇച്ചിരി കൊഴുത്ത് തന്നെ ഇരിക്കണം. കുറച്ചതിനകത്ത് ഇരിക്കട്ടെ. നമുക്ക് മുളക് രണ്ടായി കട്ട് ചെയ്തെടുക്കാം. ആകെ 3 മുളകാണ് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കലക്കി വെച്ച ആ ഒരു ചേരുവ നമ്മൾ ഈ ഒരു അളവിന് വേണം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി ലൂസായി പോകരുത്. അതായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നല്ലപോലെ ചൂടാവട്ടെ. ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ആ മാവിലേക്ക് നമുക്കൊന്ന് മുക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് വറുത്തെടുക്കാനേ. അതിലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അങ്ങ് കരിഞ്ഞു പോകും. ഉള്ളു വേവത്തുമില്ല. ആ ഒരു പരുവത്തിലായി പോകും. അപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാൻ. നമ്മൾ ആദ്യം ഇട്ട മുളക് ബജി നമുക്ക് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ബാക്കിയിരുന്ന മുളകും കൂടെ നമ്മൾ അതേപോലെ തന്നെ വറുത്തെടുക്കുന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുളക് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.